In this session, we will be discussing the design of flexible payment using the IRC method. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു രണ്ട് മെത്തേഡാണുള്ളത്, ഒന്ന് CBR മെത്തേഡും ഒന്ന് IRC മെത്തേഡും. ഈ CBR മെത്തേഡിന്റെ ഒരു ഡിസൈൻ പ്രോസസ്സ് ഉണ്ടാക്കിയത് IRC തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന IRC മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം കുറെ ഡെവലപ്മെന്റ് വന്നു. അപ്പൊ അതിന് ശേഷമുള്ളൊരു പുതിയ കോൺസെപ്റ്റ് ആണ് IRC മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പൊ ഈ IRC മെത്തേഡ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് കുറെ സ്റ്റേജിലാണ്. അപ്പൊ 1970ലാണ് ഈ IRC 37 കൊണ്ടുവന്നത്. അന്ന് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ CBRന്റെ ബേസിലായിരുന്നു ഈ കാൽക്കുലേഷൻ ചെയ്തിരുന്നത്. CBRനനുസരിച്ച് തിക്നെസ് നമ്മൾ ഇന്നലെ കണ്ടു. 30 ടണ്ണിൽ കൂടുതൽ 30 കിലോന്യൂട്ടണിൽ കൂടുതലുള്ള വെഹിക്കിളിന്റെ ഒരു ലിസ്റ്റാണ് നമ്മളെ ചാർട്ടിൽ നിന്ന് എടുത്തിരുന്നത്. ABCDEF എന്നുള്ള കുറെ ഗ്രാഫ്, കുറെ ലൈൻസ് ഉപയോഗിച്ചു. അതിൽ 30 കിലോന്യൂട്ടണിൽ കൂടുതലുള്ള അല്ലെങ്കിൽ 3 ടൺസിന് കൂടുതലുള്ള വെഹിക്കിളിന്റെ അതാണ് കമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറഞ്ഞു. അതിന്റെ കൗണ്ടിന്റെ ബേസിൽ ഈ ഡെപ്ത് ഡിസൈൻ ചെയ്തു ഫ്രം ദ CBR ചാർട്ട്. അതായിരുന്നു ഇന്നലെ ചെയ്തത്, അല്ലെങ്കിൽ CBR മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ 1970ക്ക് ശേഷം 1984 14 കൊല്ലത്തിന് ശേഷം ഫസ്റ്റ് റിവിഷൻ വന്നു. അപ്പൊ അവിടെ അവര് ഈ CBRനേക്കാൾ കൂടുതലായിട്ട് CBR ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ ഈ കൗണ്ട് എന്നതിന് പകരം വെഹിക്കിളിന്റെ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. കാരണം പണ്ടത്തെ പോലെ കമേഴ്സ്യൽ വെഹിക്കിളിന്റെ വെയിറ്റ് 30 ടണ്ണിലോ 50 ടണ്ണിലോ നിൽക്കുന്നില്ല. ഹെവിലി ലോഡഡ് വെഹിക്കിളായി മാറി അല്ലേ? ഇപ്പൊ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത്രയും ഹെവി ലോഡഡ് വെഹിക്കിൾസ് ആണുള്ളത്. ആക്സിലിന്റെ കോൺഫിഗറേഷൻ മാറുന്നതനുസരിച്ച് ലോഡൊക്കെ മാറി. അപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് വന്നു. എണ്ണത്തിന് പകരം നമുക്ക് ഒരു ഈ ആക്സിലിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വീലിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡിനനുസരിച്ച് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വീൽ ലോഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈക്വൽ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് ഓഫ് 80 കിലോമീറ്റർ എന്നുള്ള ഒരു സംഭവം ഡിഫൈൻ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത് എന്താണ്. 80 കിലോന്യൂട്ടൺ ഉള്ള ഒരു വെയിറ്റിനെയാണ് സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് എന്ന് പറഞ്ഞാൽ 80 കിലോന്യൂട്ടൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 80 കിലോന്യൂട്ടന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ വീലിൽ 80 കിലോന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ആക്സിൽ മൾട്ടിപ്പിൾ വീൽസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ ഈ 80 കിലോന്യൂട്ടന്റെ ഈക്വലന്റ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അതിന് കുറെ കൺവേർഷൻ ഫാക്ടറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതില് ഈ സ്റ്റാൻഡേർഡ് ആക്സിൽസിന്റെ, അതായത് 80 കിലോന്യൂട്ടൺ ആക്സിലിന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ട് എന്നുള്ള കാൽക്കുലേഷൻ എത്തുന്നു. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മില്യൺസ് ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് എന്നാ പറയാം, MSA. അപ്പൊ 80 കിലോന്യൂട്ടൺ എന്നതിന്റെ എത്ര മടങ്ങുകൾ, മില്യൺസ് മടങ്ങുകൾ ഉണ്ടാവും. കാരണം അവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ലോഡ് അല്ലെ. വെഹിക്കിൾസ് ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന റിപ്പീറ്റേഷൻ വരുന്നുണ്ടാവാം, വെഹിക്കിളിന്റെ എണ്ണം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 80 കിലോന്യൂട്ടൺ എന്നതിന്റെ എത്ര മൾട്ടിപ്പിൾ ലോഡ് വന്നു എന്നൊരു കൗണ്ടിലേക്ക് പിന്നെ ഡിസൈൻ പോയി. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ഫൈനലി മില്യൺസ് ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. എത്ര മില്യൺസ് ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത് ഒരു ദിവസത്തെ കമേഴ്സ്യൽ വെഹിക്കിളിന്റെ കൗണ്ട് എടുക്കുന്നു. ആ കൗണ്ടിൽ നിന്ന് ഈ മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിലേക്ക് വേറൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ പുതിയ കോൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പൊ ഈ ഒരു പുതിയ കോൺസെപ്റ്റ് പ്രകാരം ഇവിടെ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെ മില്യൺസ് സ്റ്റാൻഡേർഡ് ആക്സിൽ എത്ര വരുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ഇസ് N is equal to 365 into ഈ ഒരു ഫോർമുല. ഇതിലെ ഓരോ ടേംസ് നോക്കാം. ഇതിൽ R എന്ന് പറയുന്നത് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കണ്ടിരുന്നു ഇതുപോലെ. 5% ആണെങ്കിൽ 0.05. ദെൻ അനദർ ടേം ഇസ് A. ഇവിടെ A എന്ന് പറയുന്നത് ഇനീഷ്യൽ ട്രാഫിക് ഇൻ ദ കംപ്ലീഷൻ അറ്റ് ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ. എന്നാണോ പണി തീർക്കുന്നത് അന്നത്തെ ട്രാഫിക് വോളിയമാണ്. കഴിഞ്ഞ CBR മെത്തേഡ് നമ്മൾ എക്ക് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, P × 1 + R⁻n+10 എന്ന് പറഞ്ഞൊരു ഫോർമുല. അവിടെ N എന്ന് പറയുന്നത് ഈ ട്രാഫിക് കൗണ്ട് എടുത്ത ദിവസം മുതൽ പണി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം ഉണ്ടോ, എത്ര ഇയേഴ്സ് എടുക്കുന്നുണ്ടോ, അതാണ് N എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നാണ് ട്രാഫിക് കൗണ്ട് എടുത്തത്, 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പണി തീരുന്നതെങ്കിൽ അവിടെ N-ന്റെ വാല്യൂ 4 ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ A കണ്ടുപിടിച്ചു. ആ എയും ഈ എയും തമ്മിൽ മിക്സ് ആവരുത്, രണ്ടും രണ്ട് തരത്തിലാണ് ഡീൽ ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് CBR മെത്തേഡിലെ
എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യപ്പെട്ട എങ്ങോട്ടാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഡിസൈൻ ഇയറിലേക്ക്. 10 കൊല്ലത്തേക്കാണ് നമ്മളത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 കൊല്ലത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വർക്ക് തീരേണ്ട ഇയറും കൂടി കൂട്ടിയിട്ടാണ് അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇന്ന് എടുത്ത കൗണ്ടാണ് പി എന്ന വാല്യൂ ആ ഫോർമുലയിൽ നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ അതുപോലെയല്ല, ചെറിയൊരു വ്യത്യാസമുള്ളത്, ഇത് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ എ എന്ന് പറയുന്നത് പണി തീരുന്ന സമയത്തെ വെഹിക്കിളിന്റെ കൗണ്ടാണ്. ഫോർകാസ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ഇതിൽ വരുന്നില്ല, ജസ്റ്റ് പണി തീരേണ്ട സമയത്തെ വെഹിക്കിളിന്റെ കൗണ്ട് മാത്രം. അപ്പൊ ഇന്ന് കൗണ്ട് എടുത്തു, 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പണി തീരുന്നതെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് കൗണ്ട് അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടുത്തെ നേരത്തെ നമ്മൾ ഇക്വേഷൻ n+10 എന്നതിന് പകരം ഇവിടെ n മാത്രമേ ഉള്ളൂ, 10+10 ഇല്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എവിടെ എത്താത്തൊരു വലിയ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് എ വാല്യൂ. ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ, ജസ്റ്റ് പണി തീരേണ്ട കൊല്ലത്തേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ഡിസൈൻ ഇയേഴ്സിനെ പറ്റി ആലോചിക്കുന്നില്ല. അതേസമയത്ത് ഇവിടെ ഡിസൈൻ ഇയേഴ്സ് n ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസൈൻ ലൈഫ് ഇൻ ഇയേഴ്സ്. 15 കൊല്ലാവാം. നേരത്തെ നമ്മളൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാഷണൽ ഹൈവേ ആണെങ്കിൽ ഫൈനൽ 10-15 ഇയേഴ്സ്, എക്സ്പ്രസ് ഹൈവേ ആണെങ്കിൽ 20 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ n ആണ് ഇത്. ഇനി ഇവിടെ പുതുതായിട്ട് വന്ന 2 ടേംസ് എന്ന് പറയുന്നത് ഡിയും എഫും ആണ്. ഡി എന്ന് പറയുന്നത് ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ റോഡ് ആലോചിക്കാം. സിംഗിൾ ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ 3.75 വിഡ്ത്തുള്ള ഒരു റോഡാണ്, പഞ്ചായത്തിലൊക്കെ ഉള്ള റോഡ് പോലെ. ഈ റോഡിൽ കൂടെ ഒരു കമേഴ്സ്യൽ വെഹിക്കിൾ, ഒരു വലിയ ലോറി പോകുന്ന സമയത്ത് എങ്ങനെയായാലും അവർ റോഡിൽ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം ഉണ്ടാവും, മാറ്റി സൈഡിൽ കൂടെ ഒന്നും പോകില്ല അല്ലേ, കൃത്യമായിട്ട് അതിലേ പോകുള്ളൂ. അതേ സമയത്ത് അതൊരു 2-വേ ലൈൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈൻ മാറിയിട്ടും സെൻട്രലിൽ കൂടെ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോർഷനിൽ തന്നെ സ്ഥിരമായിട്ട് വെഹിക്കിൾ പോകുന്ന അവസ്ഥ വരുന്നില്ല. വെഹിക്കിൾ ഈ 7 മീറ്ററിൽ എവിടെയും മാറി മാറി പോവാം. ഇനി അതേപോലെ ഒരു 4 ലൈൻ റോഡാന്ന് വിചാരിച്ചോ, സെപ്പറേഷൻ ഒന്നും ഇല്ലാത്ത. നിങ്ങൾക്ക് ബൈപ്പാസ് ആലോചിക്കാം, കാലിക്കറ്റ് രാമനാട്ടുകര ബൈപ്പാസ് ആലോചിച്ചോ. അതൊരു 4 ലൈൻ റോഡാണ്, വിത്തൗട്ട് ഡിവൈഡർ അല്ലെങ്കിൽ മീഡിയൻ, സെപ്പറേഷൻ ഒന്നും ഇല്ലാത്ത. ഡ്യുവൽ കാരേജ് വേ അല്ല, സിംഗിൾ കാരേജ് വേ ആണ്, പക്ഷെ 4 ലൈൻ ആണ്. അപ്പൊ ഈ 4 ലൈനിലും എവിടെ വേണമെങ്കിലും ഈ വണ്ടികൾ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് ഒരു സിംഗിൾ ലൈനിൽ കൂടി അല്ല പോവുക എന്നർത്ഥം. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ മാറി മാറി പോകാനുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വെയിറ്റിന്റെ എഫക്റ്റ് ചെറിയ വ്യത്യാസങ്ങൾ, കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഫുൾ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നില്ല അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ. ഓക്കെ, അപ്പൊ സിംഗിൾ ലൈൻ ആണെങ്കിൽ ഒറ്റ ഡിസ്ട്രിബ്യൂഷൻ, ഫുൾ ലോഡ് അവിടെ വരും. അതേസമയത്ത് ഡബിൾ ലൈൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് എഫക്റ്റ് കുറയും. അപ്പൊ ഇതിനനുസരിച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ലൈൻ എണ്ണത്തിനും ലൈനിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഈ എഫക്റ്റ് കുറച്ച് കുറയും. അപ്പൊ അതിനൊരു ഫാക്ടർ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഫാക്ടർ നമുക്ക് ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ നോക്കാം. സോ ദാറ്റ് ഈസ് ദ ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇനി അടുത്തത് എഫ് എന്നൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് ദ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ എന്ന് പറയും. ഇത് ഉദ്ദേശിക്കുന്നത്, സാധാരണ നമുക്കൊരു ടൈപ്പ് ഓഫ് വെഹിക്കിൾ മാത്രം എടുക്കുകയാണെങ്കിൽ, വെഹിക്കിളിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ റോഡിൽ ഇപ്പൊ ലോറികളുടെ എണ്ണം എടുക്കുമ്പോൾ തന്നെ ലോറികൾ തന്നെ പലതരത്തിലുള്ള ലോറികൾ വരുന്നുണ്ട്. 6 വീലുള്ള ലോറി തന്നെ സാധാരണ 30 ടൺ 40 ടൺ ഉള്ള കപ്പാസിറ്റിയുള്ള ലോറി മുതൽ 100, 300, 200 ടൺ വരെ കപ്പാസിറ്റിയുള്ള ലോറികൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വെയിറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വെഹിക്കിളിന്റെ ഇഫക്റ്റ് ഇവിടെ കൊണ്ടുവരണം, ആ ഒരു ഡാമേജിങ് എഫക്റ്റ് കൊണ്ടുവരണം. ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ മഹീന്ദ്രന്റെ ടിപ്പർ ലോറിന്റെ എഫക്റ്റ് ആയിരിക്കില്ല ഒരു ബെൻസിന്റെ വലിയൊരു ടാൻഡമാക്സ് ഉള്ള ലോറിയുടെ ഈ ഡാമേജിങ് എഫക്റ്റ്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് റോഡിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്. നാഷണൽ ഹൈവേ ആണോ, അല്ലെങ്കിൽ കമേഴ്സ്യൽ എന്തെങ്കിലും ഇൻഡസ്ട്രി ഉള്ള ഒരു ഏരിയയിലെ റോഡാണോ, അതിനനുസരിച്ച്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോറി ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അവിടെ എന്തായാലും സ്ഥിരമായിട്ട് വണ്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഡാമേജിങ് എഫക്റ്റ് കൂടുതലായിരിക്കും. അതേസമയത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ ഇത്ര ഡാമേജിങ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല, വെറും LCV മാത്രമേ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ കാറുകൾ മാത്രമേ ഓടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഡാമേജിങ് എഫക്റ്റ് വളരെ കുറവായിരിക്കും.
അപ്പോൾ ഇങ്ങനെ റോഡിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഈ ഡാമേജിങ് എഫക്ടർ കണ്ടുപിടിക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽസ് പോകണ്ട. അതിന് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഹെവി ലോഡഡ് വെഹിക്കിളിന്റെ എണ്ണം എടുക്കണം. അത് ഇത്ര കാലത്തേക്ക്, ഇപ്പോൾ നമ്മൾ ട്രാഫിക് കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കാലത്തേക്ക് അതിന്റെ എണ്ണം എടുത്തതിന് ശേഷം വേണം ഈ ഡാമേജിങ് ഫാക്ടറിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഡാമേജിങ് ഫാക്ടർ റോഡിനനുസരിച്ച് കിട്ടും എന്ന് മാത്രം അറിയാം. അപ്പോൾ റോഡിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, റോഡിന്റെ ഏത് തരത്തിലുള്ള റോഡുകളാണ് എന്നതിനനുസരിച്ച് അവിടെ ഒരു വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ്. ടോട്ടൽ, അത് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എണ്ണം കൂട്ടിയിട്ടുള്ള ഒരു സാധനം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് കിട്ടും. ഇതിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് ഉണ്ട് അവിടെ. നേരത്തെ നമ്മൾ CBR ചാർട്ട് പറഞ്ഞ പോലെ ഈ ഡിഫറെന്റ് ലെയേഴ്സിന്റെ തിക്നെസ് കാണിക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നിന്ന് നേരിട്ട് വാല്യൂ എടുക്കുന്നു. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഓക്കെ. പിന്നെ IRC 2001 അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 84 ഇപ്പൊ 2001 പുതിയ റിവിഷൻ വന്നു. അവിടെ എന്ത് ചെയ്തു വെച്ചാൽ ട്രാഫിക്കിന്റെ അളവ് കുറച്ചുകൂടി കൂട്ടി. വലിയ ഹെവി ലോഡഡ് ട്രാഫിക്, ആദ്യം 50 MSA 30 MSA ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മാറിയപ്പം ഹെവി ലോഡഡ് വെഹിക്കിൾസ് വന്നു തുടങ്ങി. അപ്പോൾ 150 MSA കണക്കാക്കിയുള്ള പുതിയ ഡിസൈൻ ചാർട്ടുകളെല്ലാം വന്നു 2001. 2012 ചെറിയ റിവിഷൻ ഒക്കെ വന്നു. അത് കുറച്ചുകൂടി തിയററ്റിക്കൽ ആസ്പെക്റ്റിലായിരുന്നു. എങ്ങനെയാണ് മിക്സ് ഡിസൈൻ ചെയ്യേണ്ടത്, അതിന്റെ മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടായിരിക്കണം, ഈ രീതിയിലുള്ള കുറച്ച് ആസ്പെക്ട് വന്നു. 2018 വീണ്ടും റിവിഷൻ വന്നു. അതിലും ഈ പേയ്മെന്റ് ചെയ്യുന്ന രീതികൾ, മിക്സ് ചെയ്യുന്ന രീതികൾ, മിക്സ് ഡിസൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ, ഈ രീതിയിലൊക്കെയാണ് എഫക്റ്റും അല്ലെങ്കിൽ കൂടുതൽ റിവിഷനും വന്നത്. അപ്പം നമ്മൾ അത്രയും നോക്കുന്നില്ല. നമുക്ക് ഈ തിക്നെസ് കണ്ടുപിടിക്കാൻ ക്യുമുലേറ്റീവ് MSA കണ്ടുപിടിക്കണം. ആ MSA കിട്ടാനുള്ള പ്രോസസ്സും MSAയിൽ നിന്ന് എങ്ങനെ ഡെപ്ത് കാണാം എന്നുള്ള ചാർട്ട് മാത്രമേ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ. ഇതിപ്പോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ? This is the factor that is used to converting a given traffic volume of commercial vehicles of different axle load and axle configuration. അല്ലെ, ഡിഫറെന്റ് ആക്സിൽ ലോഡ് ആവാം, ഡിഫറെന്റ് ആക്സിൽ കോൺഫിഗറേഷൻ ആവാം. അങ്ങനെയുള്ള വെഹിക്കിളിനെ ഒരു സ്റ്റാൻഡേർഡ് ആക്സിലിന്റെ ഈക്വലന്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് ഈ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ. It is that constant which is used for converting a given traffic volume of commercial vehicles of different axle load and axle configuration into an equivalent number of standard axles. Repetition. 80 kilonewton ആണ് സ്റ്റാൻഡേർഡ് ആക്സിൽ. അതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് എങ്ങനെ കാണിക്കാൻ പറ്റും? ചിലപ്പോൾ 2 പ്രാവശ്യം ഈ 80 kilonewton മൂവ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിരിക്കും ആ ഒരു വീൽ സിംഗിൾ പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ്. അല്ലെങ്കിൽ ആ ഒരു വീല് 10 പ്രാവശ്യം പോകുന്നുണ്ട് എഫക്റ്റ്, ഈ സിംഗിൾ ആക്സൽ പോകുന്ന സമയത്ത് ഒരു 25 പ്രാവശ്യം പോകുന്ന എഫക്റ്റ് ആയിരിക്കും മറ്റൊരു 10 പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ്. ആ രീതിയിൽ വേറെ പല രീതിയിലുള്ള ആക്സൽ കോൺഫിഗറേഷനെയും ആക്സൽ വെയിറ്റിനെയും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഫാക്ടറാണ് വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു 0 മുതൽ 150 വരെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് പെർ ഡേ ഉള്ള ഇതിന്റെ ഒരു സാധാരണ റോഡിലാണെങ്കിൽ അവിടുത്തെ ഡാമേജിങ് ഫാക്ടർ 1.5 ആണ്. അതേസമയത്ത് 1500 കൂടുതൽ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ഡാമേജിങ് ഫാക്ടർ 4.5 ടൈംസ് ആയി. സോ ഇത് ആക്സിൽ ലോഡ് സർവേയിൽ കൂടെയാണ് ഈ കാര്യം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു റെപ്രസെന്റേറ്റീവ് ടേബിൾ മാത്രമാണ്. ഓരോ സിറ്റുവേഷനിലും ഓരോ റോഡിലും ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കാം ഈ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ. അപ്പൊ അതൊരു ഡൈനാമിക് ആണ്, എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ അല്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ VDF കണ്ടുപിടിക്കണം റോഡിൽ സർവേ നടത്തിയിട്ട്. ഓക്കെ. അപ്പൊ വെഹിക്കിൾ ഡാമേജ് ഫാക്ടറിന്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദാറ്റ് കോൺസ്റ്റന്റ് വിച്ച് ഇസ് റെപ്രസെന്റിംഗ് ദ given traffic volume in terms of the repetition of 80 kilonewton standard axle load. അത് റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാ? MSAയിലാണ് കാണിക്കുക. മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിൽ എന്നൊരു ടേമിലാണ് കാണിക്കുന്നത്. അതിന്റെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര മടങ്ങാണ് ഈ ഒരു വെഹിക്കിളിന്റെ ഇഫക്റ്റ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാഫിക്.
ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ട്രാഫിക്. അപ്പോൾ നമുക്ക് സിംഗിൾ ലെയിൻ റോഡ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ സിംഗിൾ ലെയിൻ റോഡ് എന്ന് പറയുന്നത് 3.75 മീറ്റർ ഉള്ള ഒരു റോഡ്. ടോട്ടൽ നമ്പർ ഓഫ് കമേഴ്സ്യൽ വെഹിക്കിൾ ഇൻ ബോത്ത് ഡയറക്ഷൻ. അവിടെ ഉണ്ടാവുന്ന എഫക്ട് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നത് ഒരേ പാത്തിൽ കൂടി ആയിരിക്കും. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് ഒരേ പാത്തിൽ തന്നെ ആയിരിക്കും. ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് പോരുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ സമയത്തും ഈ സിംഗിൾ പാത്തിൽ കൂടിയാണ് പാസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എഫക്ട് എന്ന് പറയുന്നത് 100% ഉണ്ടാവില്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ, കുറയില്ലല്ലോ. അപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് കമേഴ്സ്യൽ വെഹിക്കിൾ അതേപോലെ എടുക്കുന്നു, മാറ്റങ്ങളൊന്നുമില്ല. അതാണ് സിംഗിൾ ലെയിൻ റോഡിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇനി 2 ലൈൻ 2 വേ റോഡ് ആണെങ്കിൽ, 2 ലൈൻ 2 വേ റോഡ്, സിംഗിൾ കാരേജ് വേ, 2 ലൈൻ ഉണ്ട്, 7 മീറ്റർ ഉണ്ട്, പാർട്ടീഷൻ ഒന്നുമില്ല, മീഡിയൻ ഒന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ എഫക്റ്റ് എന്ന് പറയുന്നത് 50% മാത്രമേ ഉള്ളൂ. 0.5 ആണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇസ് 0.5. അവിടെ നമ്മൾ കൗണ്ട് എടുക്കുന്നത് ഈ വോളിയത്തിന്റെ കൗണ്ട് എടുക്കുമല്ലോ. ടോട്ടൽ CVPD കമേഴ്സ്യൽ വെഹിക്കിൾ പെർ ഡേ എന്ന് എടുക്കുമ്പോൾ രണ്ട് ഡയറക്ഷനിലെയും ടോട്ടൽ വെഹിക്കിളിന്റെ കൗണ്ട് നമ്മൾ എടുക്കണം അവിടെ കാൽക്കുലേഷന്. അപ്പൊ എ എന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ്. അതേ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5 മാത്രമേ വരുള്ളൂ. ഇനി 4 ലൈൻ സിംഗിൾ കാരേജ് വേ റോഡ് ആണെങ്കിൽ, 4 ലൈൻ സിംഗിൾ കാരേജ് വേ, 4 ലൈൻ ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രാമനാട്ടുകര കോഴിക്കോട് ബൈപ്പാസിൽ പാർട്ടീഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ 4 ലൈനിൽ എങ്ങനെ വേണ്ടി വണ്ടി ഓടാം. സോ വി ആർ ടേക്കിംഗ് ഓൺലി 40% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലെ ടോട്ടൽ വെഹിക്കിളിന്റെ 40% മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും നമ്മൾ വെഹിക്കിളിന്റെ കൗണ്ട് എടുക്കുന്ന സമയത്ത് ടോട്ടൽ വാല്യൂ അതേപോലെ എടുക്കും. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.4. ഓക്കെ. ഇനി ഡ്യുവൽ കാരേജ് വേ റോഡ്. ഡ്യുവൽ കാരേജ് വേ റോഡ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാരേജ് വേ ആണ്. അപ്പുറം അങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ, ഇങ്ങോട്ട് പോകുന്ന വേറൊരു ലൈനിൽ, വേറൊരു സെറ്റ് ഓഫ് ലൈനിൽ കൂടെ ആയിരിക്കും. അവിടെ സപ്പോസ് ഇപ്പൊ രാമനാട്ടുകര കോഴിക്കോട് ബൈപ്പാസ് റോഡിനെ ഡിവൈഡർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവിടെ 2 ലൈൻ ഡ്യുവൽ കാരേജ് വേ ആയിട്ട് മാറി. ഓരോ സൈഡിലും 2 ലൈൻ ഉണ്ട്. അതിനെ ഡ്യുവൽ കാരേജ് വേ ആക്കി പാർട്ടീഷൻ ചെയ്തു വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ നമ്മൾ എടുക്കുന്ന ട്രാഫിക് വോളിയം എന്തായിരിക്കണം? ഓരോ ഡയറക്ഷനിലും സെപ്പറേറ്റ് എടുക്കണം. സപ്പോസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് രണ്ട് ഡയറക്ഷനിലെ ടോട്ടൽ വാല്യൂ ഇത്രയാണെന്ന് പറഞ്ഞാൽ 1000 വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡയറക്ഷനിലേക്കുള്ളത് 500 വെഹിക്കിൾസ് മാത്രം എടുക്കണം. എന്നിട്ട് അവിടുത്തെ ഡാമേജിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0.75 ആയിട്ട് മാറും. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒരു ഡയറക്ഷനിൽ, ഒരു സൈഡിൽ മാത്രം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ വെഹിക്കിളിന്റെ 0.75 മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. ട്രാഫിക് വോളിയം എടുക്കുന്നത് ഒരു സൈഡിലെ മൊത്തം എണ്ണം വേണം, ഒരു സൈഡിലെ മൊത്തം എണ്ണം, അല്ലെങ്കിൽ ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതിന്റെ പകുതി. അപ്പോൾ ഒരു ഡയറക്ഷനിലെ മൂവ്മെന്റ് കിട്ടി. ദാറ്റ് ഇസ് എ വോളിയം അണ്ടർ കൺസിഡറേഷൻ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് 0.75. ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഒരു സൈഡിൽ 3 ലൈൻ ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളിന്റെ ഈച്ച് ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളാണ് നമ്മൾ കാൽക്കുലേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കേണ്ടത്. അതേപോലെ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് 0.6. ഇനി ഒരു സൈഡിൽ 4 ലൈൻ ഉണ്ട് ഒരു ഡയറക്ഷനിൽ. ഇപ്പൊ ആലുവ തൃശ്ശൂർ ഹൈവേയിലൊക്കെ ഒരു സൈഡിൽ തന്നെ 4 ലൈൻ ഉണ്ടാവും. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് 0.45. ഒരു സൈഡിൽ പോകുന്ന വെഹിക്കിളിന്റെ കൗണ്ട് എടുക്കണം. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.45. ക്ലിയർ അല്ലേ? ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ അങ്ങനെ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എന്നിന്റെ വാല്യൂ ഇൻ MSA കണ്ടുപിടിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എയുടെ വാല്യൂല്. നേരത്തെ നമ്മൾ CBR വാല്യൂല് 1+r⁻n+10 എന്ന ഫോമിൽ ഉപയോഗിച്ചിരുന്നു. അതിന് പകരം ഇവിടെ x മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ x എന്ന് പറയുന്നത് ഇനി പണി തീരാൻ എത്ര കൊല്ലം ഉണ്ട് എന്നതറിയാനാണ്. സപ്പോസ് നമുക്ക് തന്ന ഡേറ്റ ഇന്നത്തെ ട്രാഫിക് കൗണ്ട് ആണ്, പണി തീരാൻ 3 കൊല്ലം എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് A എന്ന് പറയുന്നത് 3 കൊല്ലം കഴിഞ്ഞ് പണി തീരുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് കൗണ്ട് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോമുല ഉപയോഗിക്കുന്നത്. ഇപ്പൊ തന്ന വാല്യൂ എന്ന് പറയുന്നത് P ആണ്, നമ്പർ ഓഫ് കമേഴ്സ്യൽ വെഹിക്കിൾസ് പെർ ഡേ ആസ് പെർ ദ ലാസ്റ്റ് കൗണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ എടുത്ത കൗണ്ട് പ്രകാരമാണ് അത്.
ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് കൗണ്ട് ആൻഡ് ദ ഇയർ ഓഫ് കംപ്ലീഷൻ, 5 കൊല്ലം തീർക്കാൻ എടുത്തു എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 5. 6 നമുക്കറിയാം, അത് 2 6 സെയിം തന്നെയാണ്, ട്രാഫിക് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ എ എന്ത് കിട്ടും? ദ ട്രാഫിക് ഇൻ ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ ട്രാഫിക്, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വാല്യൂ സി ബി ആറിൽ എടുത്ത വാല്യൂ ചെറിയൊരു വ്യത്യാസമുണ്ട്, ആ ഒരു വ്യത്യാസം ശരിക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആ എൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ചാർട്ടിൽ നിന്നാണ് തിക്നെസ് കിട്ടുക. ഇവിടെ എൻ ഇൻ എം എസ് എ കിട്ടുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ, മില്യൺ സ്റ്റാൻഡേർഡ് ആക്സൽ. സപ്പോസ് നമുക്ക് 40 മില്യൺ സ്റ്റാൻഡേർഡ് ആക്സലാണ് കിട്ടിയെന്ന് വിചാരിച്ചോ. സി ബി ആർ 5 ആണ് സൈറ്റിലെങ്കിൽ ഈ പ്ലേറ്റ് 1 ഉപയോഗിക്കുന്നു. സി ബി ആർ 6 ആണെങ്കിൽ പ്ലേറ്റ് 2 ഉപയോഗിക്കണം. ഓക്കെ, നമുക്ക് പ്ലേറ്റ് 1 നോക്കാം. സി ബി ആറിലെ 5% ആണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ തിക്നെസ് കിട്ടും. ഏറ്റവും താഴെ 200 എന്ന് കാണിക്കുന്നത് ജി എസ് ബി ആണ്, ദാറ്റ് ഈസ് എ ഗ്രാനുലർ സബ് പീസ്. അതിൽ ഏറ്റവും താഴെ 200 mm ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ വെറ്റ് മിക്സ് മെക്കാഡം, അതിന് 250 mm ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ബൈൻഡർ ക്രോസ് അല്ലെങ്കിൽ ബേസ് കോസ് ഉണ്ട്, 130 mm. ഏറ്റവും ടോപ്പിൽ സർഫസ് കോസ് ഉണ്ട്, അത് എത്രയുടെ വാല്യൂ 40 mm. ഈ രീതിയിൽ നമുക്ക് സെക്ഷൻ കിട്ടി. ഇത്ര മാത്രമേ ഉള്ളൂ കാൽക്കുലേഷൻ. ഇനി ഇതെന്ന് പറയുന്നത് ഇത് 2008 IRC മെത്തേഡാണ്, IRC ഉള്ളതാണ്. ഈ ചാർട്ട് പ്രകാരമാണ് 50 mm MSA കൂടുതലുള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് 50 MSA മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 150 MSA വരെയുള്ള ചാർട്ടാണിത്. ഇത് പഴയ മെത്തേഡിലാണ്, പുതിയ രീതിയിൽ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. നമുക്ക് ഈ ചാർട്ട് മാത്രം നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6% CBR ഒരു 100 MSA ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് വാല്യൂസ് കിട്ടും. ഓരോ കളർ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.